എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെയോ സ്കൂളിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഈ PTA മീറ്റിങ്ങിനല്ലാതെ. നമ്മൾ പഠിച്ച സമയത്തുള്ളൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞിട്ട് പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടി. സ്കൂളുകൾ ശരിക്കും കച്ചവട സ്ഥാപനങ്ങളായിട്ട് മാത്രം മാറുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ പഠിക്കുന്ന സ്കൂള്, ആ സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ ആ സ്കൂളിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത് തന്നെയാണെങ്കിലും, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം ഒന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ സാലിഹ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ഇത്തയുടെ വീഡിയോ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ അവരുടെ മക്കൾക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ, സ്കൂളിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളാണ് അവർ ഷെയർ ചെയ്തത്. ഈ സ്കൂൾ വരുന്നത് പുനലൂരുള്ള സെൻറ് തോമസ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ട് അവരുടെ മക്കൾക്കുണ്ടായ അല്ലെങ്കിൽ അവരുടെ മക്കളെ പോലുള്ള കുട്ടികൾക്കുണ്ടാകുന്ന മോശപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ ഇത്ത സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ച് തരാം. അതിനുശേഷം ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ നേരെ ഉണ്ടായ പല തരത്തിലുള്ള ഫോൺ കോളുകൾ, അത് ഈ പറയുന്ന എന്താ പറയുക, ത്രെട്ടണിങ് വരെയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് ഇവർ ഈ വിഷയം പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം കേൾക്കാം. ഏകദേശം 50 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ചില ഭാഗം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് പ്ലേ ചെയ്ത് തരാം. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ വിഷയം എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ മുസ്ലിം മത തീവ്രവാദികളായേക്കോണം മുത്തുമണീസ്. എന്തോ കാരണം എന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. അപ്പം നമ്മുടെ മക്കളെ ദ്രോഹിച്ചാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാവരും പ്രതികരിക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാനും പ്രതികരിക്കാൻ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുനലൂർ സെൻറ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ സത്യം വിളിച്ചു പറയുന്നവൻ്റെ കൂടെ ആരും കാണത്തില്ല. ഇന്ന് എൻ്റെ കൂടെ ആരും കാണത്തില്ല. തെറ്റാണ് ചേച്ചി. സത്യം വിളിച്ചു പറഞ്ഞാൽ, സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ കൂടെ നിൽക്കാൻ ആളുണ്ടാവും. ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ലേ, ഞാനത് കഴിഞ്ഞ ദിവസം നമ്മുടെ സാത്താൻ്റെ വീഡിയോ കണ്ടു. സാത്താനും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ വീഡിയോ കണ്ടു, പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ സത്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കും. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടെ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് ചില സത്യങ്ങളുണ്ടെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ബാക്കിയേക്കാം. എന്നോട് കുശുമ്പും കുന്നായ്മയുള്ള പെണ്ണുങ്ങളായിക്കോട്ടെ, അവിടെ ഉള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ആരും കാണത്തില്ല. പക്ഷേ സത്യം എന്നത് എന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണാലും ഇപ്പൊ ഈ വീഡിയോ ഓടുന്ന പോലെ സത്യം എന്നും ഓടിക്കൊണ്ടേ. എന്നെ പോലെ ഞാൻ ഉൾപ്പെടുന്ന വിഡ്ഢിയായ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇവരെ പോലുള്ള മാനേജ്മെന്റും ഇവരെ പോലുള്ള ആൾക്കാരും പണം നമ്മളെ വെച്ച് സമ്പാദിക്കും. ഇവിടെ എല്ലാ മക്കളും എല്ലാ കാര്യങ്ങളും വന്ന് വീട്ടിൽ പറയണമെന്നില്ല. പക്ഷേ എൻ്റെ പൊന്നൂസും മോണുകുട്ടനും കിടന്നുറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം A to Z നടന്ന കാര്യങ്ങൾ എന്നോടൊന്ന് പറയാറുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് ചോദിക്കും, കുത്തി ചോദിച്ചുകൊണ്ട് മക്കളെ. ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാണുന്ന പാരൻസിൽ ഏറ്റവും നല്ല പാരന്റിങ് ഇവരുടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് പാരൻസിന് സമയമില്ല. പലർക്കും എന്താ പറയുക, ജോലിയാണ്, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ലേറ്റ് ആവാറുണ്ട്. മക്കളോട് സംസാരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ മക്കൾ അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും ചിലപ്പോൾ പാരൻസിനോട് പറയണമെന്ന് നിർബന്ധമില്ല. അവരിത് പറയുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളോടായിരിക്കാം, സുഹൃത്തുക്കളുടെ പാരൻസിനോടായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഇവരുടെ മക്കളെന്ന് പറയുന്നത്, ഈ മക്കൾ എല്ലാ കാര്യങ്ങളും ഇവരോട് ഷെയർ ചെയ്യാറുണ്ടെന്നാണ് ഈ ഇത്ത പറയുന്നത്. അത് നല്ലൊരു പാരന്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക ലക്ഷണമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ? മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. അതിന് ഇന്നത്തെ പാരൻസിന് എത്ര പേർക്ക് മലയാളം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്? എല്ലാവരും പറയുന്നത് എൻ്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നല്ലേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒട്ടുമുക്കാലും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് നേരെ പുറത്തേക്ക് പോകണമല്ലോ. പുറത്തേക്ക് പോകണമെങ്കിൽ മലയാളം മാത്രം മതിയാവില്ല. അതുകൊണ്ട് ഇന്ന് പല കുട്ടികൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുഞ്ഞു കുട്ടികളുടെ കാര്യം ഞാൻ ഈ പറയുന്നത്, ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് ശരിക്കും മലയാളം അറിയത്തില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇവർ പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ട് മക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പാരൻസിൽ ഒരു പാരന്റാണ്. ബാക്കിയേക്കാം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കും. എനിക്ക് ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. സ്കൂളിൻ്റെ റെപ്യൂട്ടേഷന് വേണ്ടി, സ്കൂളിൻ്റെ എന്താ പറയുക അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, 100% വിജയം ഉറപ്പാക്കാൻ വേണ്ടി എല്ലാവരും ജയിപ്പിച്ചു വിടുന്നു. പക്ഷേ ഇത് ബാധിക്കുന്നത് ഈ കുട്ടികളെയാണെന്ന് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ച ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് DPP എന്ന് പറയുന്ന സമ്പ്രദായം വരുന്നത്. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് ബാച്ച് മുതലാണ് DPP വരുന്നത്. അപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, സ്കൂളുകൾക്ക് സമ്പൂർണ്ണ വിജയം. മിക്കവാറും എല്ലാ വർഷവും കാണുന്ന കാഴ്ച അങ്ങനെയാണ്. പക്ഷേ ഈ കുട്ടികൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് ശരിക്കും എഴുതാനോ വായിക്കാനോ അറിയില്ല. അതാണ് അവസ്ഥ. ഇപ്പോഴും പല കുട്ടികളുടെയും അവസ്ഥ അത് തന്നെയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും കാര്യം അങ്ങനെ തന്നെയാണെന്നാണ് ഈ ഇത്ത പറയുന്നത്. അവർക്ക് പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല. ടീച്ചർക്ക് ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർക്ക് കുട്ടി ഒരു സംശയം ചോദിച്ചപ്പോൾ അവിടെ പോയിരിക്കും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ സ്കൂളിൻ്റെ അവസ്ഥ, ആ സ്കൂളിൻ്റെ ഒരു
നിലനിൽപ്പ് എങ്ങനെയാണ് ബാക്കി കേൾക്കാം. ആ പെൺപിള്ളക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ടീച്ചറായിട്ട്? എന്തോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബന്ധു ആണെന്ന ക്വാളിറ്റിയിലാണോ അവിടെ ടീച്ചർ ആവാൻ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കുന്നത്? ഹിന്ദി അറിയത്തില്ല, അവിടെ ഇരിയോ ചെയ്യുന്നു. എത്രയോ പേരൻസ് കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ CBSE സിലബസ് പഠിച്ചോട്ടെ എന്ന് കരുതി കൊണ്ടാക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ ഭാവി പൊക്കോണ്ടിരിക്കുവാണ്. അനുസരിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച നമുക്കൊക്കെ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് കാണുമ്പോൾ ഓടുവാണ് ഗൂഗിളിലോട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ അതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഗതികേട് നമ്മുടെ മക്കൾക്ക് വരരുത്. ഒരു 7ാം ക്ലാസ് വരെ എങ്കിലും അവരൊരു CBSE പഠിച്ചോട്ടെ. അപ്പം നല്ലപോലെ ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ വിൽക്കുകയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ആ ഗതികേട് നമ്മുടെ മക്കൾക്ക് വരരുത് എന്ന് ഓർത്തിട്ടാണ് നമ്മൾ CBSE സിലബസ് ഇല്ലാത്ത പൈസ മുടക്കി നമ്മൾ CBSE പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ വിടുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3-4 പേരൻസ് ഉണ്ട്. അവരെ ഒത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിനവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിലിരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. മാനേജ്മെന്റിന്റെ വലിയൊരു വീഴ്ചയാണ് ഇവർ സംസാരിക്കുന്നത്. കാരണം ചില കുട്ടികൾക്കും അവരുടെ പാരൻസിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു. അവരെ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ റൂമിലൊക്കെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു, അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. എന്നാൽ ഒട്ടുമുക്കാൽ പാരൻസും കുട്ടികൾക്ക് വേണ്ടി പുറത്ത് വെയിലും കൊണ്ട് മഴയും കൊണ്ട് കാത്തു നിൽക്കുന്നു. ശരിക്കും ആ സ്കൂളിൽ എന്താ നടക്കുന്നത്? പൈസയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു മാനേജ്മെന്റ് സ്കൂൾ. നേരെ വിദ്യാഭ്യാസമില്ല, കുട്ടികളെ കെയർ ചെയ്യുന്നില്ല. ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. 4,41,000 പേര് ഈ വീഡിയോ കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ കാണുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. ഉണ്ടായി. ഈ വീഡിയോ വന്നതിന് ശേഷം ഇവർക്ക് 1-2 കോൾസ് വന്നിട്ടുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ ത്രട്ടണിങ് കോൾ തന്നെയായിരുന്നു. ആ കോളിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഒരു പോലീസുകാരനാണ് വിളിക്കുന്നത്, ഒന്ന് വേറൊരാൾ. ഈ 2 പേര് വിളിക്കുന്നത്, ഒരാൾ വിളിക്കുന്നത് തെറിയാണ് പറയുന്നത്. ഞാൻ ആ തെറി ഇവിടെ മ്യൂട്ട് ചെയ്യും. അടുത്തയാൾ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു ഇവരെ കൊടുക്കാൻ വേണ്ടി. ശരിക്കും ഇവരുടെ ലൈഫിന് പോലും ഇപ്പോൾ ത്രെറ്റ് ഉണ്ട്. ഈ ഫാമിലിക്ക് ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ കാശ് ഉപയോഗിച്ച് അവർ ഏത് ലെവലിൽ വേണമെങ്കിലും ഇവരുടെ ലൈഫ് ഇല്ലാണ്ടാക്കാം. ഇപ്പോൾ ഒരു മത തീവ്രവാദികൾ എന്ന ലെവലിലേക്ക് ലേബൽ കുത്തിയിരിക്കുകയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളും അവരുടെ പാരൻസും ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ട്, പക്ഷേ പറയാൻ പേടിയാണെന്ന്. സത്യം പറയാൻ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. കംപ്ലൈന്റ് കൊടുക്കുക. പക്ഷെ കംപ്ലൈന്റ് കൊടുത്താൽ പൈസയുടെ ബലം കൊണ്ട് അവരെ കംപ്ലൈന്റ് അങ്ങ് മുക്കും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, പോലീസുകാരനാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കുന്നത്. പച്ചത്തെറിയ പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. മുത്തുമണീസ്. അപ്പൊ കഴിഞ്ഞ ദിവസം പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്നതും അതുപോലെ എനിക്ക് അനുഭവം വന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറയാറില്ലേ, നമ്മുടെ കേരളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയെ തല്ലിയാലും 2 പക്ഷക്കാരുണ്ടാവുമെന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ, നമ്മളൊരു സത്യം പറയുമ്പോൾ ആ സത്യത്തിൻ്റെ കൂടെ ഇന്നത്തെ കാലത്ത് ആരും കാണത്തില്ല. അപ്പോൾ ചിലവർ അനുകൂലിക്കാനും ചിലവർ ഇതിനെ ഇതിൽ നിന്ന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ആളുകൾ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഈ ഒരു വീഡിയോ ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും എവിടെയാണോ ന്യായമുള്ളത് അതിനൊപ്പം നിൽക്കും, എവിടെയാണോ അന്യായമുള്ളത് അതിനെ വിമർശിക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കേൾക്കേണ്ടി വരുന്നത് അപമാനവും തെറിവിളിയുമാണ്. ഇടയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ പഠിച്ചവനെ, ആ വീഡിയോയിൽ വന്ന കമന്റുകൾ, 50 മിനിറ്റുള്ള ആ ബ്ലോഗിൽ വന്ന കമന്റ് 2100 കമന്റുകളാണ് വന്നത്. അതിൽ ഒരു കമന്റ് പോലും നെഗറ്റീവ് ഇല്ല എന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിൽ അണ്ണന്റെ മെസ്സഞ്ചറിലൊക്കെ കോളുകൾ വരുമായിരുന്നു. ഇതുപോലെ അനുഭവം വന്ന വിദ്യാർത്ഥിയാണ്, ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള ടീച്ചേഴ്സാണ് മോളെ പറയാൻ ആഗ്രഹിച്ചതും പറയാൻ ധൈര്യമില്ലാത്ത കാര്യം നീ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഇന്നലെ മുതൽ എനിക്ക് ഫോൺ എടുക്കാനും മെസ്സേജ്. അങ്ങനെയാണ്. ആരെങ്കിലുമൊക്കെ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഏതൊരു കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ പലപ്പോഴും പലരും മടിക്കുകയാണ്. ഒരു അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം. പ്രതികരിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ഈ പ്രതികരിക്കുന്നവനെ തളർത്തുകയല്ല വേണ്ടത്. പല ആൾക്കാരും ചെയ്യുന്നത്, നീ എന്തിനാ അത് ചെയ്യാൻ പോയത്, നിനക്ക് വേറെ ജോലിയില്ല, നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാൽ പോരെ. അങ്ങനെയല്ല. നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ടിരിക്കുന്ന സമയത്ത് സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ ആ പ്രതികരണം ഒറ്റയ്ക്കാവുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അവൻ ഒറ്റപ്പെട്ടു പോകും. ഒരിക്കലും ഒരാൾ ശക്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കുക, അതിനകത്ത് സത്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അല്ലാതെ ആ വ്യക്തിയുടെ തെറ്റുകളെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ഇന്ന് സമൂഹത്തിൽ കാണുന്നത് എന്താണ്? ഒരുത്തനൊരു മോശം പ്രവൃത്തി കാണിച്ചാൽ ഒരു വിഭാഗം ആൾക്കാർ അവനെ എതിർക്കുമ്പോൾ ഒരു വിഭാഗം പറയുവാണ്, അവൻ ജീവിക്കാൻ വേണ്ടിയല്ലേ, അവൻ ചെയ്യുന്നത് എത്രമാത്രം മോശം പരിപാടിയാണെന്ന് ഇവർക്ക് അറിയാമെങ്കിലും അവൻ ജീവിക്കാൻ വേണ്ടിയല്ല, അവൻ മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഈ വ്യക്തികൾ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുക. ഒരു സൈഡിലെ ആൾക്കാർ നിന്നിട്ട് അവരെ വിമർശിക്കുമ്പോൾ മറു സൈഡിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. തെറ്റിന് തെറ്റെന്ന് തന്നെ പറയാനുള്ള ആർജവം ഉണ്ടാവണം.
അത് ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചധികം ആൾക്കാർക്ക് ഇല്ല. ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അവരെക്കാളും കേവലം കെട്ട ആൾക്കാർ. ബാക്കിയേക്കാം. കാരണം നമ്മൾ പറയാനുണ്ട്, ഈ കുശുമ്പോ കുന്നായ്മ ഒന്നും ഇല്ലാത്തവര് ചിലപ്പം നമ്മളെ ഓർത്ത് വിഷമിക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള കുറേ പേര് എനിക്ക് ഇന്നലെ തൊട്ട് ചോദിക്കുകയാണ്, ടെൻഷൻ സാലി എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ട് വന്നോ, നിന്നെ വിളിച്ചോ, അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് ഒരുപാട് അക്കമാരും ഒക്കെ എൻ്റെ അനിയത്തിമാരൊക്കെ മെസ്സേജ് അയക്കും, സാലി എന്തെങ്കിലും ഉണ്ടോ അവർക്ക് ടെൻഷൻ, എന്നെ ഇവര് എന്തെങ്കിലും ചെയ്യും. സത്യം പറയുന്നത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെയ്തിട്ട് കാശിന്റെ ബലം കൊണ്ടിട്ട് ഊരിപ്പോരാനും പറ്റും. ബാക്കിയേക്കാം. ഇന്നവനെ ഇപ്പൊ കൊല്ലുന്നതും കൊള്ളയടിക്കുന്നതുമായ സമൂഹവും കാലഘട്ടവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ടെൻഷൻ, എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന്. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. കാരണം സത്യം പറഞ്ഞിട്ട് മരിച്ചങ്ങ് മരിക്കട്ടെ, ബാക്കിയെല്ലാം പടച്ചു നോക്കിക്കോളും എന്നുള്ളൊരു മൈൻഡ് വെച്ച ഒരു ധൈര്യത്തിലാണ് ഞാനത് സംസാരിച്ചതും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ ആവലാതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഇതുവരെയും എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അണ്ണനും മക്കളും, അണ്ണൻ്റെ അത്തായും അമ്മായും വാപ്പായും ഉമ്മായും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുവിടാൻ പോയപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കേൾപ്പിക്കാം. യൂട്യൂബിലൊക്കെ ഈ അപവാദങ്ങളൊക്കെ ഇടുന്ന ഒരു മര്യാദയുണ്ട്. ആൾക്കാർക്ക് ക്ഷമിക്കൊരു മര്യാദയുണ്ട്. നീ യൂട്യൂബറൊക്കെ ആയിരിക്കും. കേട്ടല്ലോ, ഈ വിളിച്ചത് ഒരു പോലീസുകാരനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പോലീസുകാരൻ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവൻ ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് ഉന്നത അധികാരങ്ങളിൽ നിന്നും കോൾ വന്നിട്ടൊക്കെ ആയിരിക്കാം ഇവരെ വിളിച്ച് തെറി പറഞ്ഞത്. തെറി പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? കാര്യം പോലും എന്താണെന്ന് കേൾക്കുന്നില്ല. ഇനി ഇയാൾ പോലീസുകാരനാണെന്ന് ഇവർക്ക് മനസ്സിലായത് ആ നമ്പർ സേവ് ചെയ്തപ്പോൾ വാട്സാപ്പിൽ ഡി പി വന്നത് പോലീസുകാരൻ്റെ ഒരു യൂണിഫോം വെച്ചിട്ട്. പക്ഷേ ഇവരുടെ മാന്യത കൊണ്ട് അയാളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ അതിനകത്ത് എനിക്ക് പേടിയില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അയാൾ പറഞ്ഞത് നിന്നെ നിന്റെ ഭർത്താവിനെയും വെട്ടിക്കൊന്നു കളയുന്നോ എന്തോ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. കേട്ടോടി, എന്നിട്ട് ലാസ്റ്റ് ഒരു ചീത്തയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഭീഷണി ഒന്നും എൻ്റെ അടുത്തേക്കത്തില്ല. കാരണം ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ച് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഭീഷണിയും എനിക്ക് ഒന്നും അല്ലാന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ പുള്ളിക്കാരന്റെ നമ്പറും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വന്തം നമ്പറിൽ നിന്നാണ് വിളിച്ചത്. പിന്നെ പുള്ളിക്കാരന്റെ ഫോട്ടോയുണ്ട്. പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചത്. കാരണം അണ്ണൻ പുള്ളിക്കാരന്റെ നമ്പർ സേവ് ചെയ്തപ്പോൾ വാട്സ്ആപ്പ് പ്രൊഫൈലിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് ഇത്തോടെ പറയാനുള്ളത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഒരു ടെൻഷനും വേണ്ട. എനിക്ക് ഈ പോലീസുകാരോട് പറയാനുള്ളത്, എടോ തനിക്ക് തന്ത എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ താൻ ഈ പണി കാണിക്കില്ലായിരുന്നു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു പോലീസുകാരൻ അവർക്കെതിരായിട്ട് സംസാരിക്കുക, ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പച്ച തെറി പറയുക, അവരെ തട്ടിക്കളയൊന്ന് ഭീഷണിപ്പെടുത്തുക, അതൊന്നും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡാഡിലെസ് സിൻഡ്രോം ഉള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. തൻ്റെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ താൻ ആ മാനേജ്മെന്റിനെതിരെ നിൽക്കോ, അതോ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ ഭാര്യ തെറി പറയോ? തൻ്റെ മക്കൾക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വന്ന് തൻ്റെ ഭാര്യ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭാര്യ വിളിച്ചിട്ട് ഇതേ വാക്ക് പറയൂ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കാം. താൻ ചിലപ്പോൾ അതും ചെയ്യും. പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ ആണായിട്ട് ജീവിക്കണോ, അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകും. അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ പണിയെടുക്കുന്ന പോലീസുകാരുണ്ട്. അവരുടെ മര്യാദ കൊണ്ട് അവർ ആ ഫേസ് ബ്ലർ ചെയ്തു, ഇല്ലെങ്കിൽ തൻ്റെ തൊപ്പി തെറിക്കും. ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഈ ഇത്തോട് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. ഈ കോൾ റെക്കോർഡ് ഉൾപ്പെടെ കൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. അതും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, SP ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. അതുവഴി മൂവ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ശരിക്കും നിയമപരമായിട്ട് മൂവ് ചെയ്യുക. സ്കൂളിനെതിരെയും ഈ വിളിച്ചവനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കുക തന്നെ വേണം. കാര്യം ഇനി ഒരു കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്കൂളിൽ പഠിക്കുന്നു, കുട്ടികളെ കളറിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നു. സ്കൂൾ മാഗസിനിൽ നിന്ന് കഴിവുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ട് ഭംഗിയുള്ള കുട്ടികളെ സ്കൂൾ മാഗസിനകത്ത് ഫോട്ടോ കയറ്റുന്നു. സ്വിമ്മിങ് അറിയാത്ത കുട്ടികളുടെ ഫോട്ടോ എടുത്ത് സ്വിമ്മറാന്ന് പറഞ്ഞിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പഠിക്കുന്ന കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പഠിക്കാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ക്യൂട്ട്നെസ് ഉള്ള കുട്ടികളുടെ ഫോട്ടോസ് ഇടുന്നു. എന്തിനു വേണ്ടി? പരസ്യത്തിന് വേണ്ടി, മാർക്കറ്റിങ്ങിന് വേണ്ടി, നാളെ പുതിയ കുട്ടികളവിടെ വരാൻ വേണ്ടി. ഇതാണ് ഒരു സ്കൂൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇത്. ഇതിനും ഭേദം വല്ല കട്ടപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ്. അതാണ് ചെയ്യേണ്ടത്. ബാക്കി പിന്നെ അതിനുശേഷം പുള്ളിക്കാരി എന്തോ മദ്യപിച്ചിട്ടാണെന്ന് തോന്നുന്നു വിളിച്ചത്. കാരണം ആ സംസാര ശൈലിയിൽ നിന്ന് എനിക്ക് തോന്നി. അതിനുശേഷം സ്കൂളാണോ എൻ്റെ നമ്പർ പബ്ലിക് ആക്കിയത് എന്ന് എനിക്ക് അറിയത്തില്ല. അതോ ഇപ്പൊ ഈ വിളിച്ച പുള്ളിയാണോ പബ്ലിക് ആക്കിയതിന് വല്ല കള്ളക്കാരോ കൊള്ളക്കാർക്കോ കള്ളന്മാർക്കോ എൻ്റെ നമ്പർ കൊടുത്തോന്നൊന്നും എനിക്കറിയത്തില്ല. അതിനുശേഷം സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരാളിതേ കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പെണ്ണിൻ്റെ നമ്പറൊക്കെ പബ്ലിക്കേക്ക് കൊടുക്കാവോ നിങ്ങൾക്ക്? ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഈ തെളിവ് കാണിക്കുന്ന സമയത്ത് ഈ ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നും വേറെ ആൾക്കാരുടെ മുഖം ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കൊടുത്തത്. ആ മര്യാദ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു ആ മര്യാദ എനിക്ക് കിട്ടിയില്ല. അതെന്താ കാര്യം എന്നറിയോ? നിങ്ങൾ ജനിച്ചത് ഒരു നല്ല കുടുംബത്തിലായിപ്പോയി. ഈ പറയുന്ന ടീമുകൾ ജനിച്ചത് തെരുവിലായിപ്പോയി. അതാണ് വ്യത്യാസം. പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് അന്തസ്സും കൂടി വേണം. അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചത്. ഒരു സ്ത്രീയുടെ നമ്പർ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്തത് ഏവൻ ചെയ്താണെങ്കിലും അന്തസ്സില്ലാത്ത പരിപാടിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടോയ്ലറ്റിനകത്ത് നമ്പർ എഴുതി വെക്കുന്ന ടീമുകളുണ്ട്. അവർ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ഈ സ്കൂൾ മാനേജ്മെന്റ്
ചെയ്തിരിക്കുന്നത്. ആ ഞരമ്പന്മാരുടെ പരിപാടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അത്രയും തോന്നിവാസങ്ങൾ നടക്കുന്ന സ്കൂളാണെന്നുള്ളത് വ്യക്തം. ഇനി സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് അതും സംസാരിക്കാം. ബാക്കി അപ്പൊ ഞാൻ ഈ വോയിസ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഹലോ, നീ പറഞ്ഞ പെൺകുട്ടികളെ എത്തിച്ചില്ലല്ലോ. എന്തുവാ? ആരാ? നീ പറഞ്ഞ രണ്ട് പെൺപിള്ളേരെ ഇനി എത്തിക്കാന്ന് പറഞ്ഞിട്ട് അവരെ ഇനി എത്തിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ കാത്തിരിക്കുക. എനിക്കങ്ങ് മുട്ടി നിൽക്കുക. നീ ഇവിടെ ഒരു 8 മണിക്ക് എത്തിക്കാന്ന് പറഞ്ഞാലേ ഞാൻ കാത്തിരിക്കുക. ആ കൊള്ളാം. താൻ ആരാ? ഹലോ ഹലോ, സ്വന്തം ആളെന്തോടി നീ എന്തോടി കള്ളി ഇങ്ങനെ സംസാരിക്കുന്നേ? നല്ല നീ അവള് പറഞ്ഞോണ്ടോ നിന്റെ കാറ്റിയാണ് ഞെത്തില്ല. ഓക്കെ, ശരി, വെച്ചോ. നീ അവളുമാരെ ഇങ്ങ് കൊണ്ടുപോവാ, നിന്റെ കാശ് ഞാൻ എത്തിക്കാം. ഞാൻ എന്തുവാ ഇവിടെ വേറെ വല്ല പരിപാടിയും നടത്തുന്നോ? ശരിക്കും പറഞ്ഞാൽ ഈ കോളിനകത്ത് ഞാനൊരു ട്രാപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ലേഡീനെ വിളിച്ചിട്ട് നീ പറഞ്ഞ പെമ്പിളാർ എന്താ ഇവിടെ എത്തിക്കാത്തെന്ന് പറയുമ്പോൾ തന്നെ ഇത് പോലീസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇവരുടെ പണി മറ്റേ പണിയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. ഇവന്മാർ അതും ചെയ്യും. ഇത്രയും ഡാഡിലസ് പ്രോഗ്രാം ചെയ്ത ആൾക്കാർ അതും ചെയ്യും. ഇതിനകത്തൊരു ത്രെട്ടെന്നല്ല, ഇതിനകത്തൊരു ട്രാപ്പ് ഞാൻ മണക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഈ കാണിച്ചതെന്നുള്ളത്. പക്ഷേ അതൊന്നും നടപടി ആവില്ല. ഇത് ഈ ബാലിശമായ കുറേ കാര്യങ്ങളാണ് ഇവർ കാണിച്ചു വെക്കുന്നത്. ഒരു സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരിക്കലും ചേരാത്ത കാര്യങ്ങളാണ്. ഒന്നുകിൽ ആ സ്കൂളിലുള്ള തന്നെ ആരെങ്കിലും ആയിരിക്കും ഈ വിളിക്കുന്നത്. ഈ പോലീസുകാരൻ ഏത് വഴിക്കാൻ വന്നെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പൈസ എറിഞ്ഞിട്ട് വിളിപ്പിക്കുന്നതാണോ, പോലീസുകാരനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരങ്ങ് ഒതുങ്ങുമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഈ മാന്യദേഹം ഒന്നുകിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ പാരൻ്റ് ആവാം, അല്ലെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആവാം, അങ്ങനെ ആരും ആവാം. പക്ഷേ കാണിക്കുന്നത് തെണ്ടിത്തരവാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ബാക്കി എനിക്ക് അവിടെ മുട്ടി നിൽക്കുമ്പോൾ 2 പെൺപിള്ളാരെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ എത്തിക്കാനായിട്ട് എന്തെങ്കിലും കുടിയന്മാർക്കും അവനവൻ്റെ ഞാൻ പറയുന്നില്ല, ശരിയാവില്ല. കൊടുത്ത് കാണും. ഇതുപോലെ പെൺപിള്ളാരെ എത്തിക്കുന്ന ഒരു ഐറ്റത്തിന് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തോ ചേട്ടാ? വളരെ മോശം പരിപാടിയല്ലേ കാണിക്കുന്നത്. ഇങ്ങനെ 10 പേരെ കൊണ്ട് വിളിപ്പിച്ചാൽ നമ്മളങ്ങ് ചുരുങ്ങൂന്നോ അല്ലെങ്കിൽ ഞാനങ്ങ് പേടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. സത്യത്തിന് മുമ്പിൽ നേരെ നിന്ന് സംസാരിക്കാൻ ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഇവനെയൊക്കെ പേടിക്കുന്നത്? കാരണം ഈ വിളിച്ചിട്ടുള്ളവന്മാർക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കത്തില്ല. ഇപ്പൊ പേടിയായി പോയത് വീഡിയോ ആണ്. വീഡിയോയിൽ ഇത്രമാത്രം പോസിറ്റീവ് കമന്റ് വരുമെന്നും ഇത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും ആരും വിചാരിച്ചില്ല. എക്സാക്ട്ലി. അതായത് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? നേരെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് ലീഗലി മൂവ് ചെയ്യുമായിരുന്നു. അതായത് ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നു, ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമായിരുന്നു. പക്ഷേ അവരതല്ല ചെയ്യുന്നത്. അവർ ഗുണ്ടായിസം കാണിക്കുകയാണ്. അവർ ആൾക്കാരെ കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അവർ ആൾക്കാരെ കൊണ്ട് വിളിച്ച് അനാവശ്യങ്ങൾ പറയുന്നു. ഇതാണ് ആ സ്കൂൾ മാനേജ്മെൻറ്റ് കാണിക്കുന്ന പരിപാടി. അതല്ല, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ അത് വെളിവാക്ക്. നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം, ഇവർ പറയുന്നതിനകത്തുള്ള സത്യാവസ്ഥ ഇല്ലെങ്കിൽ നിങ്ങൾ അത് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള മാധ്യമങ്ങൾ ഉണ്ടാവുമല്ലോ. പറയുക, ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയുന്നു, ഇന്ന കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ വെളിപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ വായ അടപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ വായ അടച്ചാൽ 100 പേര് വരും ഈ സത്യം വിളിച്ച് പറയാൻ വേണ്ടി. ഇപ്പം ഇവർക്ക് ധൈര്യം വന്നതുപോലെ ഇതിൻ്റെ താഴെ വന്ന കമൻസ് ഒരുപാട് കമൻറ്റ്, ഈ പറഞ്ഞ 2000-ഓളം കമൻസ് ഉണ്ട്. ഈ 2000-ഓളം കമൻസും ആ സ്കൂളിനെ കുറിച്ച് മോശം പറഞ്ഞ കമൻസ് ആണ്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കമൻസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്കൂളിലെ വിഷയം സംസാരിക്കുമ്പോൾ ഇത്രയധികം റെസ്പോൺസ് വരണമെങ്കിൽ ആ സ്കൂളിൽ എത്രമാത്രം അരാജകത്വം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. എനിവേ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് പല സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണ്. പല പാരൻസും പല കുട്ടികളും ഇത് പുറത്ത് പറയാൻ പേടിച്ചിട്ട് പറയാത്തതാണ്. പക്ഷേ ഇതൊക്കെ പുറത്ത് വരിക തന്നെ വേണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിക്കും കച്ചവടമായി മാറിക്കഴിഞ്ഞു. കച്ചവടത്തിന് വേണ്ടി മാത്രമായി മാറിക്കഴിഞ്ഞു. ലക്ഷങ്ങളാണ് ഫീസ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ലുലുമാളിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളുടെ കൂടെ പഠിച്ച വേറെ ഫ്രണ്ടിനെ കണ്ടു. വൈഫും മോളും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഈ സ്റ്റഡീസിൻ്റെ കാര്യം സംസാരിച്ച് വന്നപ്പോൾ പറയുവാണ്, ഈ നെക്സ്റ്റ് ഇയറിൽ 1.5 ലക്ഷം രൂപ വേണം അഡ്മിഷൻ എടുക്കണമെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോകുന്നത്. കച്ചവടമായി മാറിക്കഴിഞ്ഞു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് ആദ്യം മുതൽ അവസാനം വരെയും ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിച്ചത്. ഫീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അന്ന് മേടിക്കുന്നത് 51 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് അന്നത്തെ 51 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കൂടി വന്ന ഒരു 500 രൂപ അല്ലെ 501 രൂപ, ആ ഒരു ഫിഗറേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസമാണെങ്കിലോ ആനുവൽ ഫീ തന്നെ ഏകദേശം 1 ലക്ഷം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്ലി ഫീ, പ്രൈവറ്റ് സ്കൂളിലാരും ഞാൻ പറയുന്നത് മന്ത്ലി ഫീ, പിന്നെ ഇവരുടെ മറ്റ് ചിലവുകൾ, ബുക്കിന് എമൗണ്ട്, യൂണിഫോമിന് എമൗണ്ട്. ഈ സ്കൂളിലെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് യൂണിഫോമൊന്നും വെർത്തല്ല, അവർക്ക് കൊടുത്ത എമൗണ്ടിനുള്ള ഡ്രസ്സൊന്നും അല്ല കൊടുക്കുന്നത്. അതുപോലെ പ്രോഗ്രാമുകൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് ഇവരുടെ നിന്ന് നല്ലൊരു എമൗണ്ട് മേടിച്ചിട്ട് ലോ ക്വാളിറ്റി സാധനം ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഇത്രയും മോശപ്പെട്ടൊരു
പ്രവൃത്തിയാണ് ആ സ്കൂൾ മാനേജ്മെന്റ് കാണിക്കുന്നത്. സോ ഇതിനെതിരെ ഇത്ത പ്രതികരിച്ചത് വളരെ നല്ലതാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവട്ടെ. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.